രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. അർഹരായ എല്ലാ കർഷകർക്കും പ്രതിവർഷം 6000 രൂപ നൽകുന്നു. 2000 രൂപ വീതം 3 തുല്യ ഗഡുക്കളായാണ് കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് എത്തുന്നത്. കിസാൻ സമ്മാൻ നിധിയുടെ 19 ഗഡുക്കൾ കർഷകർക്ക് നൽകി കഴിഞ്ഞു. അടുത്ത ഗഡുവായ 20ാമത്തെ ഗഡുവിന്റെ വിതരണം ജൂൺ മാസം ആരംഭിക്കുന്നതാണ്. 20ാമത്തെ ഗഡു ലഭിക്കുന്നതിന് കർഷകർ അവരുടെ KYC പൂർത്തീകരിക്കേണ്ടതുണ്ട്. PM കിസാൻ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് KYC നിർബന്ധമാണ്. OTP അടിസ്ഥാനമാക്കിയുള്ള KYC PM കിസാൻ പോർട്ടലിൽ ലഭ്യമാണ്. KYC കൃത്യമായി തന്നെ പൂർത്തിയായിട്ടുണ്ടോ എന്ന് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇലക്ട്രോണിക് KYC ചെയ്തവർക്ക് വീണ്ടും വെരിഫിക്കേഷൻ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. കോമൺ സർവീസ് സെന്റർ വഴി ഇത് പരിശോധിക്കാനും സാധിക്കുന്നതാണ്. കൂടാതെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം. ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ PM കിസാൻ നിധിയുടെ ആനുകൂല്യം അക്കൗണ്ടിൽ വരാൻ സാധ്യത കുറവാണ്. ഓൺലൈൻ സർവീസ് സെന്റർ ചെന്നു കഴിഞ്ഞാൽ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ആധാറിന്റെ വെബ്സൈറ്റ് വഴിയും ഇത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ കൃഷിഭവനിൽ കർഷക രജിസ്ട്രി ആരംഭിച്ചിട്ടുണ്ട്. കൃഷിഭവനിൽ കർഷകർ നേരിട്ടെത്തിയാണ് ഇത് ചെയ്യേണ്ടത്. ആധാറും കരമടച്ച സർട്ടിഫിക്കറ്റും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഇതിനായി ആവശ്യമുണ്ട്. കൂടാതെ PM കിസാന്റെ പേരിൽ വാട്സ്ആപ്പ് വഴി തട്ടിപ്പുകാർ സന്ദേശം അയക്കുന്നുണ്ട്. PM കിസാന്റെ പേരിൽ വാട്സ്ആപ്പ് വഴി ഏതെങ്കിലും ആപ്പോ ലിങ്കോ അയക്കുന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ആക്കാനോ ഓപ്പൺ ആക്കാനോ പാടില്ല. ഇങ്ങനെ ചെയ്താൽ തട്ടിപ്പുകാർക്ക് ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ്. കഴിഞ്ഞോട്ടാ, ഇത് കട്ട് ചെയ്തോ.